നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല കണ്ടാൽ പലർക്കും ഭയങ്കര ചൊറിച്ചിലാണ്. രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുകയാണ് പലരും. രാഹുലിനെ അങ്ങ് മൊത്തത്തിൽ ഇരുത്താമെന്ന് വിചാരിച്ച പലരും രാഹുലിന്റെ ഈ പ്രചരണം കണ്ട് അല്ലെങ്കിൽ രാഹുലിന്റെ ഈ ശക്തമായ വാക്കുകൾ കേട്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കുമെന്ന് പലരും വിചാരിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് പോലും പറയാതെ, കോൺഗ്രസ് നേതൃത്വം പോലും ആവശ്യപ്പെടാതെ പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയിലെ പ്രവർത്തകർക്ക് വേണ്ടി, പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട്ടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം പറയുന്നത് അനാവശ്യമായി പ്രചരണം നടത്തിക്കൊണ്ട്, അനാവശ്യമായി തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട്, വിദ്വേഷജനകമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞ വർഷം പാലക്കാട് നഗരസഭ പിടിച്ചെടുത്ത BJPയുടെ ഭരണം പൂർണ്ണമായും ഇല്ലാതെയാക്കും, പകരം മികച്ച കോൺഗ്രസിന്റെ പ്രവർത്തനം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പാലക്കാട് ഡിസേർവ്സ് ബെറ്റർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തെ പലരും കുറ്റപ്പെടുത്തിയതും അദ്ദേഹത്തെ പലരും എതിർദിശയിൽ നിന്നും വേട്ടയാടിക്കൊണ്ടിരുന്നതും ഇതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു. അതേ വാക്ക് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ പറയുന്നത്. പ്രചരണത്തിന് ശക്തമായി തന്നെ രാഹുൽ നിൽക്കുകയാണ്. രാഹുൽ ഇറങ്ങി തങ്ങൾക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നത് വലിയൊരു പ്ലസ് പോയിന്റ് ആയി തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളും കാണുന്നത്. അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരു നേതാവ് തങ്ങൾക്കെതിരെ ഇറങ്ങി പ്രചരണം നടത്തുമ്പോൾ, തങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ ഒരുപക്ഷെ തങ്ങൾക്ക് എതിരെ വോട്ട് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. പകരം രാഹുൽ ഇറങ്ങി തങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് മാത്രമേ സ്ഥാനാർത്ഥികളും കാണുന്നുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പല ആക്ഷേപങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മറുപടി നൽകുകയാണ്. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ, വളർന്ന അറിവായ കാലം മുതൽ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കഥകൾ കേട്ടും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിച്ചുമൊക്കെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, സ്ഥാനാർത്ഥികളുടെ കയ്യും പിടിച്ച്, ചേട്ടന്മാരുടെ കയ്യും പിടിച്ചും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾ വീട് കയറുമ്പോൾ ഞാനും ചുമ്മാ അവരുടെ കൂടെ നോട്ടീസ് കൊടുക്കാനും ഒക്കെ തന്നെ കയറാറുണ്ടായിരുന്നു. അന്നൊന്നും പാർട്ടി പറഞ്ഞിട്ടല്ല ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഒരു സ്ഥാനാർത്ഥിയാകുന്നതിൽ, ഒരു സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപേ പോലും ഇപ്പോഴും ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അന്നൊന്നും സാധാരണ KSU പ്രവർത്തകനായ അന്നു മുതൽ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാറുണ്ട്. അന്നും പാർട്ടി പറഞ്ഞിരുന്നില്ല ഇറങ്ങി പ്രചരണം നടത്തണമെന്ന് പറഞ്ഞിരുന്നില്ല. അന്നും ഇന്നും എന്നും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് എന്നെ പുറത്താക്കിയാലും ഇല്ലെങ്കിലും ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി എവിടെ നിന്നാലും, കോൺഗ്രസ് ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി എവിടെ നിർത്തിയാലും അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എൻ്റെ പട്ടടയിൽ വെക്കുന്ന കാലത്തോളം ഞാൻ കോൺഗ്രസ് തന്നെ പ്രവർത്തിക്കും. മാധ്യമങ്ങൾ എന്തൊക്കെ തന്നെ കുത്തിച്ചോദിച്ചാലും അല്ലെങ്കിലും എൻ്റെ വായിൽ നിന്നും കോൺഗ്രസിനെതിരെ, പാർട്ടിക്കെതിരെ ഒരു തരത്തിലുള്ള വാക്കുകൾ പോലും വീഴില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പാലക്കാട് മാത്രം ഒതുങ്ങാനാണ് സാധ്യത. ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്കും മുട്ടയിലെ വൈഷ്ണവിക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഒരു പക്ഷേ വോട്ട് ചോദിച്ചെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുന്നില്ല. അല്ലാതെ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരെയൊക്കെ തന്നെ വിളിക്കാറുണ്ട്. അവർ ചലച്ചിത്ര പ്രവർത്തകരെ വിളിച്ച് വോട്ട് തേടണം എന്നൊക്കെ തന്നെ പറയാറുണ്ട്. അങ്ങനെ വോട്ടിന് വേണ്ടി, അങ്ങനെ ഒരു പക്ഷേ സ്നേഹബന്ധത്തിന്റെ പേര്, അടുപ്പത്തിന്റെ പേരിലൊക്കെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ താൻ പോകും, താൻ കയറി ഇറങ്ങും. അങ്ങനെ കയറി ഇറങ്ങാൻ തനിക്ക് യാതൊരുവിധ മടിയുമില്ല എന്നാണ് പ്രവർത്തകർക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ആരൊക്കെ തന്നെ തേടിയെത്തുന്നോ അവർക്ക് വേണ്ടി എല്ലാം ഞാൻ കാര്യങ്ങൾ ചെയ്യും. ഒരു പ്രവർത്തകൻ സസ്പെൻഷൻ കാലയളവിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത് അത് മാത്രമേ ഞാനും പെരുമാറിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. ഒരു MLA എന്ന നിലയിലാണ് ഞാൻ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം ഏതറ്റം വരെ കൊണ്ടുപോകാനും ഞാൻ തയ്യാറാണ്. ബിക്കോസ് പാലക്കാട് ഡിസേർവ്സ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ച് തന്റെ നിലപാടിനെ അവിടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം.